അപ്രതീക്ഷിതമായി ഉരുളെടുത്ത നമ്മുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യുകയാണ്. അതിൽ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ 189. പുത്തുമലയിലെ ഈ ഭൂമിയിൽ ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അവർക്കായി 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളുമാണ് ഇപ്പോൾ അല്പസമയത്തിനകം അവിടെ സംസ്കരിക്കുക. 16 മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അല്പസമയത്തിനകം അവിടേക്ക് എത്തിച്ചേരും. എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ കിടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മതപുരോഹിതർ അവിടെ എത്തിയിട്ടുണ്ട്. സർവ്വമത പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഏതാനും സമയത്തിനകം, മിനിറ്റുകൾക്കകം ഈ മേപ്പാടിയിൽ നിന്ന് പുറപ്പെട്ട 16 ആംബുലൻസുകൾ, അതായത് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് ഇവിടേക്ക് പുറപ്പെട്ട 16 ആംബുലൻസുകൾ ഇവിടേക്ക് എത്തുകയാണ്. സ്വാഭാവികമായി നേരത്തെ ADGP തന്നെ വ്യക്തമാക്കിയതുപോലെ ഈ പാർട്സ് ആയിട്ടുള്ള ഭാഗങ്ങളായി മാത്രം കണ്ടുകെട്ടിയിരിക്കുന്ന ശരീരഭാഗങ്ങളെയും മുഴുവൻ, അതായത് ഒരു മൃതശരീരമായി തന്നെ കരുതി, മൃതദേഹമായി തന്നെ കരുതി ഒരു പ്രത്യേകം തയ്യാറാക്കുന്ന കുഴിമാടത്തിൽ, അങ്ങനെ ഓരോ ഭാഗങ്ങളും ഓരോ കുഴിമാടങ്ങളിലായിരിക്കും. അതുകൊണ്ടാണ് ഈ 190 കുഴിമാടങ്ങൾ എടുക്കുന്ന ഒരു നടപടിയിലേക്ക് അവർ കടന്നത്. രാവിലെ മുതൽ JCBകൾ, നിരവധി JCBകൾ ഇവിടെ എത്തിച്ചാണ് ഇങ്ങനെ കുഴികൾ ഓരോന്നായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു റോയിൽ ഏതാണ്ട് 10 എണ്ണം വീതം, അങ്ങനെയാണ് 10 കബറുകളായിരിക്കും, 10 കുഴിമാടങ്ങളായിരിക്കും ഒരു നിരയിലുണ്ടാകുക. അങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ 65 സെന്റ് സ്ഥലമായിരുന്നു അതിനുവേണ്ടി വിട്ട് നൽകിയിരുന്നത്. സ്വാഭാവികമായി ആ 65 സെന്റ് സ്ഥലത്തിൽ ആദ്യഘട്ടത്തിൽ 38 മൃതദേഹങ്ങളാകും ഇവിടെ സംസ്കരിക്കുക, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ 38 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. പിന്നീടാണ് റവന്യൂ വകുപ്പ് അടക്കം കൃത്യമായ ഒരു വിലയിരുത്തലുകൾക്ക് ശേഷം, ഉന്നതതല യോഗത്തിന് ശേഷം ഈ 189 മൃതദേഹങ്ങൾ കൂടി ഇനി അത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സംസ്കരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിയത്. അങ്ങനെ വളരെ സാഹസികമായ, അല്ലെങ്കിൽ വളരെ ശ്രമകരമായ ഒരു ദൌത്യത്തിന് അല്പസമയത്തിനകം ഈ പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വേദിയാകാൻ പോവുകയാണ്. മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ട് സർക്കാരിന്റെ വിവിധ ഉദ്യോഗസ്ഥർ അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായി ജനപ്രതിനിധികളടക്കം, മന്ത്രിമാരടക്കം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായി ഇത്രയധികം ആംബുലൻസുകൾ ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ ഗതാഗത തടസ്സമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൃത്യമായി വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് മേപ്പാടിയിൽ നിന്ന് പുത്തുമലയിലേക്ക് എത്തുന്ന ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ ഗതാഗത നിയന്ത്രണം ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ മന്ത്രിമാർ, 2 മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, റവന്യൂ മന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയാണ്. AK ശശീന്ദ്രൻ ഉണ്ട്, റവന്യൂ മന്ത്രി K രാജനുണ്ട്, അവർക്കൊപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുണ്ട്. അതോടൊപ്പം മറ്റ് റവന്യൂ വകുപ്പിന്റെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഈ ദുരന്തമുഖത്തേക്ക്, അല്ലെങ്കിൽ അവർക്ക് അവസാനമായി ആദരമർപ്പിച്ചുകൊണ്ട് അവരെ യാത്രയാക്കാനായി ഇവിടേക്ക് എത്തുമ്പോൾ കേരളം മുഴുവൻ ഈ ദുരന്തത്തിനൊപ്പം, ദുഃഖത്തിനൊപ്പം തേങ്ങുന്ന ഒരു കാഴ്ചയാണ്. സ്വാഭാവികമായി ഒരുപക്ഷെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇത്രയധികം വികാരവായ്പോടെ ഒരു ജനത ഒന്നാകെ ഇവിടേക്ക് എത്തി ഈ ജനങ്ങളെ ഇവിടെ നിന്ന്, തങ്ങളുടെ ഉറ്റവരെ ഇവിടെ നിന്ന് യാത്രയാക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷിയാകാൻ പോവുകയാണ്. റവന്യൂ മന്ത്രി K രാജൻ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ മിനിസ്റ്റർ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അവിടെ നിന്ന് ആദ്യ ബാച്ച് ഇപ്പം ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാനും സമയങ്ങൾക്കകം നമുക്ക് നടപടിക്രമങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ഇന്നത്തേതിന് സമാനമായ തരത്തിൽ തന്നെ ആയിരിക്കും? ഇതിന് സമാനമായിരിക്കും, പക്ഷെ ഇന്നെണ്ണം കൂടുതലുണ്ട്. അതുകൊണ്ട് ആ സമയമനുസരിച്ച് വേഗതയിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. 158 ബോഡി പാർട്സും 31 പൂർണ്ണമായ മൃതശരീരങ്ങളുമായിരിക്കും അൺക്ലൈംഡ് വിഭാഗത്തിൽപ്പെടുത്തിയെന്ന് കൊണ്ടുവരാൻ പറ്റുക. പൂർണ്ണമായിട്ടുള്ള മൃതശരീരങ്ങൾ ആദ്യം പോലും കൃത്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ്. 65 സെന്റ് സ്ഥലമായിരുന്നല്ലോ അവർ ഇതിനു വേണ്ടി വിട്ടു നൽകിയിരുന്നത്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലം ആവശ്യമായി വരികയില്ലേ? DDMA നേരിട്ടെടുക്കുകയാണ്. ഈ ഭൂമി സംബന്ധിച്ച ചില തർക്കങ്ങൾ HMലും സർക്കാരും തമ്മിലുള്ള സാഹചര്യത്തിൽ 64 സെന്റ് സ്ഥലമായിരുന്നു നേരത്തെ എടുത്തിരുന്നത്. ബാക്കിയുള്ള സ്ഥലം കൂടി കുറച്ചുകൂടി എടുക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇന്ന് എത്ര മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുവരെ? ഇന്ന് 31 മൃതശരീരങ്ങളും, ഇന്ന് മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തിയത്, ഇന്ന് കണക്ക് വന്നു വരുന്നത്. എന്തായാലും അദ്ദേഹം വ്യക്തമാക്കുന്നത്
സർക്കാരിന്റെ എല്ലാ ബഹുമതികളും നൽകിക്കൊണ്ട് തന്നെയായിരിക്കും ഇന്ന് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ്. ഇന്നലെ 8 മൃതദേഹങ്ങളായിരുന്നു ഇവിടെ സംസ്കരിച്ചിരുന്നതെങ്കിൽ ഇന്ന് 189 മൃതദേഹങ്ങൾ, 31 മൃതദേഹങ്ങൾ പൂർണ്ണമായി കണ്ടെത്താൻ കഴിഞ്ഞ 31 മൃതദേഹങ്ങൾ, അതോടൊപ്പം ചിതറിയ നിലയിൽ കണ്ടെത്തിയ 158 നമ്മുടെ സഹജീവികളുടെ ശരീരഭാഗങ്ങൾ, അതടക്കം എല്ലാ ആദരവും ബഹുമാനവും നൽകിക്കൊണ്ട് ഈ മണ്ണിൽ എന്നേക്കുമായി ഓർമ്മയാകാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി അവർക്ക് ആദരവ് നൽകുന്നതിന് വേണ്ടി, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഉന്നതർ, അതോടൊപ്പം ഈ നാട്ടിന്റെ എല്ലാമായിരുന്നവർ, തങ്ങളുടെ വീടും നാടും എല്ലാം നഷ്ടമായവർ, അങ്ങനെ ബന്ധുമിത്രാദികൾ, അവരടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി വളരെ വൈകാരികമായ, കേരളം ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായില്ല കഴിഞ്ഞ ദശാബ്ദങ്ങളിലൊന്നും. അത്രമാത്രം വേദന നിറയുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള 16 ആംബുലൻസുകൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പുത്തുമലയിലേക്ക് എത്തിച്ചേരും.